എന്ത് എന്ത് നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഒരു കലാസൃഷ്ടിയുടെ അതിന്റെ പ്രദർശനം തടയുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ ജാനകി എന്നുള്ളത് ഈ രാജ്യത്തെ എത്രയോ ആളുകൾക്ക് ഉപയോഗിക്കുന്ന, സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു കോമൺ നെയിം അല്ലേ? അവര് സിനിമ ഇറക്കുന്ന സമയത്ത് അത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും അവഹേളിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരു സാധാരണ സിനിമ, ഒരു ക്രൈം ത്രില്ലർ സിനിമ ഇറക്കുന്നു, അതിൽ നായികയുടെ പേര് ജാനകി എന്ന് ഉപയോഗിക്കുന്നു, അത് സിനിമയുടെ ടൈറ്റിലായിട്ട് വരുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ട് അത് ദൈവത്തിന്റെ പേരാണ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ പിന്നെ എന്താ ചെയ്യാൻ സാധിക്കുന്നത്? ഈ നാട്ടില് ഇപ്പം അങ്ങനെയാണെങ്കിൽ രാഘവൻ എന്നോ കൃഷ്ണൻ എന്നോ ഒരു പേര് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടെ വരില്ലേ? അപ്പൊ അത്തരത്തിൽ ഈ സെൻസർ ബോർഡിൽ മുഴുവൻ ഇരിക്കുന്നത് RSSന്റെ നോമിനികളായിട്ടുള്ള ആളുകളാണ്. അവർ മനഃപൂർവ്വം ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നേരത്തെ വിവേക് അഗ്നിഹോത്രിയുടെ ഒരു സിനിമയിലും സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റു ഒരു മലയാള സിനിമയിലും ഇതുപോലെ ജാനകി എന്നുള്ള പേര് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് വളരെയധികം കടുത്ത RSS വർഗീയവാദികളായിട്ടുള്ള ആളുകളെ കുത്തി നിറച്ചുകൊണ്ടുള്ള സെൻസർ ബോർഡ് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്, നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന നമ്മുടെ മൗലികാവകാശങ്ങൾക്ക് മേലുള്ള നഗ്നമായിട്ടുള്ള ലംഘനമാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ വേണം. ഇതിപ്പോ BJP നേതാവ് കൂടിയായിട്ടുള്ള, അല്ലെങ്കിൽ BJPയുടെ MP യും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി അഭിനയിച്ച ഒരു സിനിമയ്ക്ക് പോലും ഇതുപോലൊരു സാഹചര്യം നേരിടേണ്ടതുണ്ടെങ്കിൽ ഈ നാട്ടിലെ അത്രയൊന്നും സ്വാധീനമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, മതന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഇവരൊക്കെ ഈ ഫാസിസ്റ്റ് ഭരണത്തിന്റെ കീഴിൽ നേരിടേണ്ടി വരുന്ന അടിച്ചമർത്തലുകൾ, ഇത്തരത്തിലുള്ള അവകാശ ധ്വംസനങ്ങൾ, അതിനൊക്കെ കയ്യും കണക്കുണ്ടാവുമോ? അത് സ്വാഭാവികമായിട്ടും ഇതെല്ലാം വലിയ പ്രതിഷേധം വരേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഈ നാട്ടിൽ ജീവിക്കേണ്ടതാണ്. ഒരു സ്വതന്ത്രമായിട്ടൊരു സിനിമ ഇറക്കുന്ന സമയത്ത് വളരെ നിഷ്കളങ്കമായി ഉപയോഗിച്ച ഒരു പേരിന്റെ പേരിൽ പോലും കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കിയ ഒരു സിനിമ പുറത്തിറക്കുന്ന സമയത്ത് അതിനെ തകർക്കാൻ വേണ്ടി ഈ സെൻസർ ബോർഡ് നടത്തുന്ന പരിശ്രമങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ഒരു പ്രതിഷേധം ഉണ്ടാകണം. ഇത് സംഘപരിവാറിന്റെ ഇത്തരം തിട്ടൂരങ്ങൾക്ക് മലയാള സിനിമ വഴങ്ങിക്കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട വിഷയമാണ്. അതുതന്നെയാണ് നമ്മൾ നേരത്തെ ഈ എമ്പുരാൻ വിഷയത്തിലൊക്കെ ഈ ഇത്തരത്തിലൊരു വലിയ വിവാദങ്ങൾ കണ്ടതാണ്. ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലേക്കും ഇത്തരത്തിൽ നിരന്തരമായി സിനിമകളിലേക്കൊക്കെ ഈ കടന്നുകയറ്റങ്ങൾ വരുമ്പോൾ അത് ഈ നിലയിൽ ഒരു പേര് മാറ്റത്തിൽ ചിലപ്പോൾ ഈ വിവാദം അവസാനിക്കാം. പക്ഷേ അത് സ്ഥിരമാകുമ്പോൾ അത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള വലിയ കടന്നുകയറ്റമായി തന്നെ അത് വലിയൊരു ആപത്ത് തന്നെയല്ലേ? എന്ത് സംശയമുള്ളത്? ഇത് ഈ ഒരു സിനിമയുടെ പേര് നിശ്ചയിക്കാനുള്ള അവകാശം പോലുമില്ല. അതും വളരെ നിഷ്കളങ്കമായി സ്വീകരിച്ചിട്ടുള്ള ഒരു പേര് അത് മാറ്റണം എന്ന് പറയുമ്പോൾ നാട്ടില് മിക്കവാറും എല്ലാ മനുഷ്യരുടെയും പേര് ഏതെങ്കിലുമൊക്കെ ദൈവത്തിന്റെ പേരുമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ സാമ്യമുള്ള പേരുകളായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കഥാപാത്രത്തിനും ഒരു പേരും ഇടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവില്ലേ? ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ വാസ്തവത്തിൽ തോന്നിവാസമല്ലേ കാണിക്കുന്നത്? ഇതിനൊക്കെ അനുവദിച്ചു കൊടുക്കാൻ പാടുണ്ടോ? ഇത് കേരളത്തിന്റെ പൊതു മനസാക്ഷി ഒന്നടങ്കം ഈ വിഷയത്തിൽ ഈ RSS BJP മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് മനോഭാവത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതികരണമായി രംഗത്ത് വരണം. അതിന് കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ മുഖ്യമന്ത്രിയും നേതൃത്വം കൊടുക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രിയും സർക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ സാംസ്കാരിക വകുപ്പും എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതിൽ പ്രതികരിക്കാത്തത്? അവർ പ്രതികരിക്കട്ടെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.